നമസ്കാരം. ഡൽഹിയിൽ അഴിമതിക്കാർ ബി.ജെ.പിയിലും കേരളത്തിൽ ക്രിമിനലുകൾ CPM-ലും ചേർന്നാൽ അവർ പരിശുദ്ധരായി മാറുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നിയമസഭയിൽ ഉപധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചത്. മന്ത്രി വീണ ജോർജാണ് 12 ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട് കാപ്പ കേസുകളിൽ പ്രതിയായ ഒരു ക്രിമിനലിനെ മാലയിട്ട് CPM-ലേക്ക് സ്വീകരിച്ചത്. ഈ പ്രതിയോടൊപ്പം 62 പേരാണ് CPM-ൽ ചേർന്നത്. അതിൽ ഒരാളായ മയിലാടുംപാറ സ്വദേശിയെ കഴിഞ്ഞ ദിവസം കഞ്ചാവുമായി എക്സൈസ് പിടികൂടുകയും ചെയ്തു. UDF സർക്കാരിൻ്റെ കാലത്ത് ബാർ ഉടമയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ നൽകിയ പരാതിയിൽ കേസെടുത്തു. സർക്കാരിന് പണം നൽകണമെന്ന് ഇപ്പോഴും ഒരു ബാർ ഉടമ വെളിപ്പെടുത്തി. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താനും പരാതി നൽകി. ആ പരാതി പോലീസ് മാറ്റിവെച്ചു. മന്ത്രി KN ബാലഗോപാൽ പറയേണ്ട കാര്യങ്ങളാണ് ചട്ടം 300 അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസ്താവന. 3 വർഷമായി പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ പ്രസ്താവനയിലൂടെ മുഖ്യമന്ത്രി തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. സ്വർണത്തിൽ ആയിരക്കണക്കിന് കോടിയുടെ വെട്ടിപ്പാണ് നടക്കുന്നത്. IGSTയിൽ 25,000 കോടി രൂപ നഷ്ടപ്പെടുത്തി എന്ന് പ്രതിപക്ഷമല്ലേ ആദ്യം പറഞ്ഞത് എന്നും സതീശൻ ചോദിച്ചു. ഇപ്പോൾ അത് 30,000 കോടിയായി എന്നും അദ്ദേഹം പറഞ്ഞു. LDF സർക്കാർ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളത് 10,000 കോടി രൂപയാണെന്നും ഇത് എവിടെ നിന്ന് കൊടുക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ക്ഷേമ ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക കൊടുക്കാനുണ്ടെന്ന് മുഖ്യമന്ത്രി സഭയിൽ സമ്മതിച്ചത് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾക്കുള്ള അംഗീകാരമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ 10,000 കോടി രൂപ നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കബളിപ്പിക്കലാണ്. നിങ്ങളുടെ കയ്യിൽ മോശയുടെ വടിയോ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കോ ഒന്നുമില്ലല്ലോ. പണം വേണ്ടി? അത് എവിടെ നിന്നാണ്? ധനമന്ത്രിയുടെ കയ്യിൽ റവന്യൂ എസ്റ്റിമേറ്റ് പോലുമില്ല. 1 വർഷം കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വെച്ച് ഈ സർക്കാരിനെ കേരളത്തിലെ പൊതുസമൂഹം വിചാരണ ചെയ്യുമെന്നും സതീശൻ പറഞ്ഞു. നികുതി വരുമാനത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം വെറും 172 കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായത്. 15% സ്വാഭാവിക വർധനവെങ്കിലും ഉണ്ടാകേണ്ട സ്ഥാനത്ത് 0.02% വർധന മാത്രമാണ് ഉണ്ടായത്. എന്നിട്ട് ധനമന്ത്രി സഭയിൽ പറഞ്ഞത് 65% വർധനമുണ്ടെന്നാണെന്നും സതീശൻ പറഞ്ഞു. ലാഭത്തിലായിരുന്ന ജില്ലാ ബാങ്കുകളെ നഷ്ടത്തിലായ ബാങ്കുകളിൽ ലയിപ്പിച്ചാണ് കേരള ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ഇങ്ങനെ പോയാൽ കേരളത്തിലെ മുഴുവൻ സഹകരണ ബാങ്കുകളും പൂട്ടേണ്ടി വരുമെന്നും വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. 2022-23 സാമ്പത്തിക വർഷത്തെ നബാർഡ് ഇൻസ്പെക്ഷൻ പ്രകാരം കേരള ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷൻ നിലവിലെ ബിയിൽ നിന്ന് സിയിലേക്ക് തരം താഴ്ത്തിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നബാർഡിൻ്റെ വായ്പാ നിരീക്ഷണ സംവിധാന വ്യവസ്ഥകൾ പ്രകാരം C ഗ്രേഡ് റേറ്റിംഗുള്ള ബാങ്കുകൾക്ക് അനുവദിക്കാവുന്ന പരമാവധി വ്യക്തിഗത വായ്പ 25 ലക്ഷം രൂപ മാത്രമാണ്. ആ പരിധിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ കേരള ബാങ്കെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. വർഷാവർഷം ഇൻസ്പെക്ഷൻ നടത്തുന്നില്ല. 7% കുറവായിരിക്കേണ്ട നിഷ്ക്രിയ ആസ്തി 11% മുകളിലേക്ക് പോയി. ഭരണസമിതിയിൽ പ്രൊഫഷണലുകൾ ഇല്ല. വിവിധ സർക്കാർ ഏജൻസികൾക്ക് അനുവദിച്ച വായ്പകൾ കിട്ടാക്കടമായി മാറുന്നു തുടങ്ങിയ വസ്തുതകൾ കണ്ടെത്തിയതിനാലാണ് കേരള ബാങ്കിനെ C കാറ്റഗറിയിലേക്ക് തരം താഴ്ത്തിയത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജില്ലാ ബാങ്കുകൾ ലയിച്ച് കേരള ബാങ്ക് രൂപീകരിക്കുന്നതിന് മുൻപ് ഒരു തവണ മാത്രമാണ് വയനാട് ജില്ലാ ബാങ്ക് C കാറ്റഗറി ആയത്. അല്ലാതെ ഒരു ജില്ലാ ബാങ്കും C കാറ്റഗറിയിൽ ആയിട്ടില്ല. ഇത്തരത്തിൽ ലാഭത്തിലായിരുന്ന ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിച്ചതുകൊണ്ട് ഇപ്പോൾ മുഴുവൻ ജില്ലാ ബാങ്കുകളും താഴ്ന്ന കാറ്റഗറിയിലേക്ക് പോയിരിക്കുകയാണെന്നും ഇത് ഗൗരവതരമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ സഹകരണ മേഖല കൂടുതൽ അപകടത്തിലേക്ക് പോകുമെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി.